യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ എൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? അടുത്ത രണ്ട് വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം എനിക്ക് ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായി നിങ്ങളുടെ മധ്യത്തിൽ മൂന്നാമത്തെ സൺഡേ ആണ് ഇന്ന് ആരാധനയ്ക്ക് ശേഷം മാഞ്ചസ്റ്ററിലേക്ക് ഞങ്ങളുടെ മകൾ താമസിക്കുന്നിടത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരുന്നു. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ വായിച്ചതായ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 30-ാമത്തെ സങ്കീർത്തനമാണല്ലോ നാം വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മൾ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തനങ്ങളെ തുടർച്ചയായിട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 30-ാം സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന്. നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ 180 സങ്കീർത്തനങ്ങളാണ് ഉള്ളത്. അതിൻ്റെ വേദപുസ്തകത്തിൻ്റെ അതിൻ്റെ സങ്കീർത്തനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പല ഭാഗങ്ങളായിട്ട് സങ്കീർത്തനങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഗീതങ്ങൾ, വ്യക്തിഗതമായ വിലാപങ്ങൾ, സാമൂഹ്യ വിലാപങ്ങൾ, സങ്കീർത്തനങ്ങൾ, രാജകീയ സങ്കീർത്തനങ്ങൾ, വിജ്ഞാന കീർത്തനങ്ങൾ, മഷിഹ സങ്കീർത്തനങ്ങൾ, ശാപ സങ്കീർത്തനങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ളതായ സങ്കീർത്തനങ്ങൾ പലതായിട്ട് തിരിച്ച് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഇന്നത്തെ സങ്കീർത്തനം സ്തോത്ര സങ്കീർത്തനത്തിൽ പെടുന്നതാണ്. 30-ാം സങ്കീർത്തനം, 10-ാം സങ്കീർത്തനം, 30, 31, 40, 66, 103, 107 ഈ സങ്കീർത്തനങ്ങളെല്ലാം സ്തോത്ര സങ്കീർത്തനങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ ഒന്നാമത്തെ വാക്യം വായിച്ച് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടവരുത്തിയതുമില്ല. രണ്ടാമത്തെ വാക്യം പ്രകാരം പറയുന്നു, വായിച്ചാട്ടെ. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ദാവീദ് സിയോനിൽ ഒരു ഭവനം പണിത സമയത്ത് ഈ ഭവനം പണിത സമയത്ത് വായിച്ച് എഴുതി പാടി എന്ന് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ ആലയം പ്രതിഷ്ഠിച്ചതായ സമയത്ത് ഈ സങ്കീർത്തനം എഴുതി പാടി എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ഈ ഒന്നും രണ്ടും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം കാണുവാൻ സാധിക്കുന്നത്, ദൈവമേ, ഞാൻ നിന്നെ പുകഴ്ത്തും, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. അപ്പോൾ കർത്താവ് ദൈവം ദാവീദിനെ ഉദ്ധരിക്കുവാനായിട്ട്, വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മറ്റാര് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും, മറ്റാര് ദൈവത്തെ പാടിയില്ലെങ്കിലും, ആരാധിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നാണ് ദാവീദ് പറയുന്നത്. ആരാധനയ്ക്ക് വേണ്ടി ഇവിടെ നമ്മളെല്ലാവരും കടന്നു വന്നതാണ്. വളരെ പൈസ ചിലവാക്കി, സമയം ചിലവാക്കി നാം ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആരാധിക്കുവാൻ വേണ്ടിയിട്ട്, നാം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് കടന്നു വന്നത്. വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ അവർ മാത്രമല്ല ആരാധിക്കേണ്ടത്, പിന്നെയോ ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുവാൻ. ആരും ആരാധനയ്ക്ക് വേണ്ടി ആരെയും പ്രേരിപ്പിക്കേണ്ടതായ ആവശ്യമില്ല. കാരണം ദൈവം നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. പരപ്രേരണ കൂടാതെയുള്ളതാണ് ആരാധന എന്ന് പറയുന്നത്. മറ്റൊരുത്തിൻ്റെ പ്രേരണയാൽ ഉളവാകുന്നതല്ല ആരാധനയെന്ന് ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സിലാക്കുവാൻ
മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആരും പ്രേരിപ്പിക്കേണ്ടതായ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ മുമ്പിൽ അധികം സമയമില്ലല്ലോ, അതുകൊണ്ട് അധികം കാര്യങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവ കർത്താവിൻ്റെ ദാസനെ നമുക്ക് കേൾക്കുവാനുണ്ട്. എൻ്റെ കയ്യിൽ ഈ ചെറിയ ബൈബിള് ചെറിയ അക്ഷരമായതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. മൊബൈലും കൂടെ ഞാൻ ഉപയോഗിക്കുന്നു. അവൻ്റെ 4-ാമത്തെ വാക്യം, അവൻ്റെ വിശുദ്ധന്മാരെ യഹോവയ്ക്ക് പാടുവീൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാൻ എന്ത് ചെയ്യണം? ദാവീദ് ഹല്ലേലൂയ മറ്റുള്ളവരെയും കൂടെ പ്രേരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് 4-ാമത്തെ വാക്യം പറയുന്നത്. അവൻ്റെ വിശുദ്ധന്മാരെ യഹോവയ്ക്ക് പാടുവീൻ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദ് മാത്രം പാടിയാൽ പോരാ, ദാവീദ് മാത്രം ആരാധിച്ചാൽ പോരാ. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദാവീദ് ആരായിരുന്നു? ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ രാജാവായിരുന്നവൻ എന്ത് ചെയ്തു? തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ രാജാവിൻ്റെ പദവികളൊക്കെ മാറ്റിവെച്ചതിന് ശേഷം എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. നമ്മൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 6-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇവിടെ ദാവീദ് പറയുന്നത് ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്തു? ദാവീദിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ മാരകമായ ഒരു രോഗത്തിൽ നിന്നോ എന്തോ വിപത്തിൽ നിന്നോ ദാവീദിനെ ദൈവം വിടുവിച്ചു കാണും. അതുകൊണ്ടായിരിക്കാം ദാവീദ് മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ആവുമ്പോൾ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നാം പ്രാപ്തരാകേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പ്രേരണയാലല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ മുമ്പിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റിലെ വാക്യങ്ങൾ മാത്രം വായിച്ചതിന് 2 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ഞാൻ ഹല്ലേലൂയ എൻ്റെ ദൗത്യത്തിൽ നിന്ന് വിരമിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. तो हिंदी में इस प्रकार लिखा है, तूने मेरे लिए विलाप को नृत्य में बदल डाला, तूने मेरे डांट उतरवा कर मेरी कंबर में आनंद का फट्टू का बांधा है. हालेलुया. देखिए हालेलुया. काय के लिए? हालेलुया. ताकि मेरी आत्मा तेरा भजन गीत रहे और कभी चुप न हो. हे मेरे परमेश्वर यहोवा, मैं सर्वदा तेरा ധന്യവാദ് करता रहूंगा. ഹല്ലേലൂയ. എന്തിനാണ് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കേണ്ടത്? ഹല്ലേലൂയ. ഇവിടെ പറയും, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഒരു ഹല്ലേലൂയ ഒരു എന്ത് സ്ഥിതിയിലായിരുന്നു? ഒരു വിഷമ ഘട്ടത്തിലായിരുന്നു. ഹല്ലേലൂയ. നമ്മളെ എന്ത് ചെയ്തു? ദൈവം നമ്മുടെ രട്ട് അഴിച്ച് എന്ത് ചെയ്തു? നമ്മുടെ വിലാപത്തെ എന്ത് ചെയ്തു? നൃത്തമാക്കി തീർത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നാം സ്തുതിക്കേണ്ടത്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഞാൻ മൗനമായിരിക്കാതെ എന്ത് നിനക്ക് സ്തുതി പാടേണ്ടതിന്. ഹല്ലേലൂയ തന്നെ. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നാം എന്താണ്? മൗനമായിരിക്കുവാനല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്തുതിക്കാനാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ മറ്റുള്ളവർ നമ്മുടെ ഇടതോ വലതോ ഇരിക്കുന്നവർ ആരാധിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ശ്രദ്ധ. നമ്മൾ അതല്ല നോക്കേണ്ടത്. പിന്നെയോ നമുക്ക് ദൈവത്തെ ആരാധിക്കണം. എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ആരാധിച്ചില്ലെങ്കിലും എനിക്ക് ദൈവത്തെ ആരാധിക്കാം. ഞാൻ അപ്രകാരമാണ് ആരാധിക്കുന്നത്. ഞാൻ കണ്ണടച്ചാണ് പലപ്പോഴും ആരാധിക്കാറുള്ളത്. എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ആരാധിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഞാൻ ദൈവത്തെ ആരാധിക്കും, സ്തുതിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ നമ്മുടെ രട്ട് അഴിച്ച് നമ്മുടെ ഹല്ലേലൂയ നൃത്തം രട്ട് നമ്മുടെ അഴിച്ച് ഹല്ലേലൂയ നമ്മുടെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്ന എന്തിനാണ്? നാം മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട്
അതുകൊണ്ട് ഹാലലിയ പ്രിയ ദൈവജനമേ, ഹാലലിയ നാം മൗനമായിരിക്കാനല്ല ഇവിടെ കടന്നു വന്നത്. ഹാലലിയ നാം കടന്നു വന്നത് എന്തിനാണ്? ഹാലലിയ സമയവും പൈസയും എല്ലാം ചെലവാക്കി നാം ഇവിടെ കടന്നു വന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹാലലിയ അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഹാലലിയ ദൈവത്തെ ആരാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആരാധിക്കുമ്പോൾ എന്തെല്ലാം വിടുതൽ നടക്കുവാനിടയായി തീരും, രോഗികൾ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരും. ഹാലലിയ ദുഷ്ടശക്തികൾ, ഹാലലിയ ദുഷ്ടാത്മശക്തികൾ ഹാലലിയ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഓടിപ്പോകാനിടയായി. ആരെങ്കിലും ഹാലലിയ പുതുതായി ഹാലലിയ നാം ചിന്തിക്കുന്നത് ഹാലലിയ പെന്തക്കോസ്തുകാരായ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ദുഷ്ടാത്മാവ് ഹാലലിയ ഇല്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഹാലലിയ പലപ്പോഴും ഹാലലിയ ആ പിശാച് അങ്ങനെ അലറുന്ന സിംഹം എന്ന പോലെ ഊടാടി സഞ്ചരിക്കുകയാണ്, ആരെ വിഴുങ്ങേണ്ടെന്ന് കരുതി. ഹാലലിയ അല്പം ഇടം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടേക്ക് ഹാലലിയ കയറുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഹാലലിയ നാം ഇപ്രകാരം ചിന്തിക്കരുത്, നമ്മുടെ ഇടയിൽ സാത്താനില്ല, നമ്മുടെ ഇടയിൽ സൈത്താനില്ല എന്നുള്ളത് നാം ചിന്തിക്കുവാൻ പാടില്ല. ഹാലലിയ ഏത് സമയത്തും ഹാലലിയ ഏത് ഹാലൽ ദൈവദാസന്മാരിൽ പോലും ഹാലലിയ പ്രവേശിക്കുവാനിടയായി തീരുന്നുണ്ട്. ഇന്ന് നോക്കുക, ഹാലലിയ പെന്തക്കോസ്ത് ഗോളത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇന്ന് പാസ്റ്റർമാർ ഹാലൽ 40-42 വർഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവേല ചെയ്തതായ ദൈവദാസന്മാർ അന്യഭാഷയെക്കുറിച്ച് ഹാലലിയ ഇപ്പോൾ പറയും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഹാലലിയ അവരെ പ്രകാരം അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഹാലലിയ എങ്ങനെയാണ് അവർ നിന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഹാലലിയ അവർ ഹാലലിയ അങ്ങനെ നിന്നു. ഇന്നത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു. ഇന്ന് ആരും പ്രിയ ദൈവജനമേ ഇവിടെ കടന്നു വന്നിട്ടുള്ളവരാരും ദൈവസന്നിധിയിൽ കടന്നു വന്നോ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ട് ഈ മാർഗത്തിലേക്ക് കടന്നു വന്നോ അബദ്ധമായി പോയെന്ന് ആരും ചിന്തിക്കരുത്. ഒരിക്കലും അബദ്ധമല്ല. ഹാലലിയ നമ്മൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്കല്ല നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ദൈവം ജീവിക്കുന്നവനായ ദൈവമാണ്. ഹാലലുയ ഹാലലുയ മരണത്തെ ജയിച്ച് ഹാലലുയ മരണത്തെ ജയിച്ച് സ്വർഗത്തിൽ ജീവിക്കുന്നവനായൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹാലലുയ അതുകൊണ്ട് ഹാലലുയ നാം ദൈവത്തെ അധികം സ്തുതിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ലോക സംഗതികൾ, ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വിളിച്ചറിയിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഹാലലുയ നാം മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹാലലുയ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുവാനിടയായി തീരും. ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ ആ രോഗം സൗഖ്യമാകുവാനായിട്ട് ഇടയായി തീരും. ഹാലലുയ അതുകൊണ്ട് ഹാലലുയ നാം ഹാലലിയ മൗനമായിരിക്കാതെ ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹാലലുയ 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 അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഹാലലിയ നാം ദൈവത്തെ ആരാധിക്കുന്നതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എൻ്റെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഹാലലുയ 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 അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാം ഇപ്രകാരം വായിച്ചല്ലോ. ഹാലലിയ हिंदी बोलने वाला भी है. हालेलुया हमारे बीच में है करके सुना. यहोवा मैं तुझे सराहूंगा क्योंकि तूने मुझे खींच कर निकाला है और मेरा शत्रुओं को मुझ पर आनंद करने नहीं दिया. हालेलुया शत्रु को आनंद करने के लिए, हालेलुया हंसी उठाने के लिए नहीं दिया. हालेलुया शत्रु हमारे शत्रुओं के सामने हालेलुया हंसी उठाने के लिए नहीं दिया. क्यों? परमेश्वर हमारा सर्वशक्तिमान परमेश्वर ऐसा और किसी का सामने हालेलुया ऐसा नहीं दिया. हालेलुया क्योंकि वचन ऐसा कहता है, उनका और जो दृष्टि किया उनका मुंह कभी काला होना नहीं पाया. हालेलुया उनका मुंह कभी हमेशा चमकते रहेगा. हालेलुया അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹാലലിയ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ഇതുവരെ ലജ്ജിപ്പാൻ ഇടവന്നിട്ടില്ല. ഹാലലിയ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ട് എനിക്ക് ദൈവം കൃപ തന്നു. ഹാലൽ 9ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞങ്ങൾ കുടുംബമായി ആ ഭാഗത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഹാലലിയ അതുപോലെ എൻ്റെ മക്കൾ രണ്ടുപേരും ഈ മാർഗത്തിൽ ജനിച്ചു വളർന്നവരാണ്. ഹാലലിയ ബോംബെയിലായിരിക്കുമ്പോൾ ഹാലലിയ ദൈവസഭയെ ആ കർത്താവിൻ്റെ മകൻ വാർഷിപ്പ് ലീഡ് ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഹാലലുയ ഞാനുണ്ടെങ്കിലേ ദൈവസഭ നടക്കുകയുള്ളൂ. ഹാലലിയ മറ്റുള്ളവർ ഇന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സഭ നടക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നത്. ഞാൻ വൻമണി സഭയിൽ ആദ്യത്തെ പ്രാവശ്യം UK-ലേക്ക് പോരുമ്പോൾ അവിടെയുള്ള സഭാവിശ്വാസികളൊക്കെ പറയാറുണ്ടായി, ഹാലലിയ രാജുബ്രദർ അങ്ങ് പോവുകയാണല്ലോ, ഇനി ഇവിടെ വലിയ ശബ്ദവും പാട്ടുകളൊന്നും കേൾക്കുകയില്ല എന്ന് പറയുണ്ടായി. കാരണം 6 മാസത്തേക്കൊന്നും കേൾക്കുകയില്ല എന്ന്. അങ്ങനെയല്ല പ്രിയമുള്ളവർ, ഞാൻ പോയിരുന്നാൽ മറ്റൊരാൾ അവിടെ ഉണ്ടാകും. ഹാലലിയ ഞാൻ അവിടുത്തെ വലിയ ആളാണെന്നല്ല പറയുന്നത്. ഇവിടെ ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരുടെ കൂടെ ഇന്ന് മ്യൂസിക് അനുസരിച്ച് പാടാൻ എനിക്കറിയത്തില്ലെങ്കിലും ഒരു മൈക്ക് തന്നു കഴിഞ്ഞാൽ ആരാധനയിൽ പാടുവാനൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചിന്തിച്ചു, ഇനിയും അടുത്ത ആഴ്ച മുതൽ ഇവിടെ പാട്ടും ആരാധനയൊന്നും കാണുകയില്ല. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ നടക്കുകയില്ല. ദൈവത്തിൻ്റെ സഭയാണ്. ഞാനില്ലെങ്കിൽ മറ്റൊരാൾ കാണും. എൻ്റെ മകൻ സിറിയൊക്കെ അവിടെ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഹാലലിയ അതിനുശേഷം വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. ബോംബെയിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ പലരും ചിന്തിച്ച് കാണും, ഇനി ബോംബെ സഭ നടക്കുകയില്ല എന്ന് ചിന്തിച്ച് കാണും. ഞാൻ ഈ പ്രാവശ്യം അതിൽ കടന്നു വന്നപ്പോൾ അവിടെ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു വ്യക്തിയുണ്ട്, കന്നഡ സംസാരിക്കുന്ന വ്യക്തി. ഹാലലിയ പിന്നെ MP സ്വദേശിയായ ഒരു വ്യക്തി. അവർ രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പാസ്റ്റർ ഇംഗ്ലീഷ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർ
ഹാലലിയ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മുടക്കവും ഇല്ലാതെ നടക്കുന്നു. അപ്പോൾ ഞാനില്ലെങ്കിലോ സിറിയക്കില്ലെങ്കിലോ ഹാലലിയ എന്ത് ചെയ്യും, മറ്റൊരു വ്യക്തി ഇല്ലെങ്കിലോ ദൈവസഭ നടക്കും എന്നുള്ളതാണ്. ഹാലലിയ അതുകൊണ്ട് പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെയാണ് സഭ, കർത്താവിൻ്റെയാണ്. ഞാൻ അവരോട് ഇപ്രകാരം, എൻ്റെ മുമ്പിൽ അധികം സമയമില്ലല്ലോ, 15 മിനിറ്റാണ് എനിക്കുള്ളത്. ഹാലലിയ അതുകൊണ്ട് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ നിർത്താം. ഹാലലിയ ഞാൻ ഇപ്രകാരം അവരോട് ഒരു എക്സാമ്പിൾ പറയുണ്ടായി. ഒരു വ്യക്തിയാണെങ്കിൽ ഹാലലിയ ഇപ്രകാരം ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഹാലലിയ ചിന്തിക്കുന്നത് ഞാനുണ്ടെങ്കിൽ മാത്രമേ ഓഫീസ് നടക്കുകയുള്ളൂ. ഹാലലിയ ഓഫീസിൻ്റെ ടൈം കഴിഞ്ഞാലും പിന്നെയും ആ വ്യക്തി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. രാത്രി ഒരുപാട് ലേറ്റായതിനു ശേഷമാണ് വീട്ടിലെത്തുന്നത്. ഹാലലിയ അപ്രകാരം ഹാലലിയ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത ഞാനുണ്ടെങ്കിൽ മാത്രമേ ഓഫീസ് നടക്കുകയുള്ളൂ. ഹാലലിയ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകാനിടയായി തീർന്നു. ഡോക്ടർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഹാലലിയ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുവാനിടയായി തീർന്നു. മെഡിസിൻ ഒന്നും കൊടുക്കാനിടയായി തീർന്നില്ല. അവരോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, ഈ പിതാവിനെ കൊണ്ട് എന്ത് ചെയ്യണം, സെമിട്രിയിലേക്ക് പോകണം. ഈവനിങ് ടൈമിൽ പോയി അവിടെ ഇരുന്നതിന് ശേഷം പിതാവിൻ്റെ ഒരു ബുക്കൊക്കെ കൊടുക്കണം, പെന്നും കൊടുക്കണം. അതിനുശേഷം അവിടെ മരിച്ചിട്ട് അടക്കപ്പെട്ടതായ കല്ലറകളിലെല്ലാം കെട്ടിക്കുന്ന പേരുകൾ ഓരോരുത്തർ എഴുതി വെക്കണം. ആരവരുടെ പദവിയും കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ബുക്കിനകത്ത് എഴുതി വെക്കണമെന്ന് ആ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ പല ദിവസങ്ങളിൽ പിതാവിനെ കൊണ്ട് അവിടെ അവർ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. പിതാവ് എല്ലാം എഴുതി വെക്കുവാനായിട്ടായിരുന്നു. പിന്നെ ഡോക്ടർ നിർദ്ദേശിച്ചതായ സമയത്ത് തിരികെ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, കാര്യങ്ങളെല്ലാം പോയി, എല്ലാ ദിവസങ്ങളും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ബുക്കൊക്കെ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഡോക്ടർ ഇപ്രകാരം പറയുണ്ടായി, നോക്കുക, എത്രയോ ഉന്നത പദവികൾ വഹിച്ചവരാണ് ഇവർ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അവർ വഹിച്ചിരുന്ന സ്ഥാനത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടോ, അത് കണ്ടിന്യൂ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. നാം ആ സ്ഥാനത്തില്ലെങ്കിൽ മറ്റൊരു വ്യക്തി എന്ത് ചെയ്യും, ദൈവം അവിടെ ആക്കുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് സിറിയക്കില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇവിടെ മറ്റു ആശിപ്പിച്ചതുകൊണ്ട് ഐസക് ബ്രദർ ഇല്ലെങ്കിലോ എന്ത് നമ്മുടെ ആരാധന നടക്കില്ലേ? നടക്കും, തീർച്ചയായിട്ടും നടക്കും. സഭ നടക്കും. ഹാലലിയ സഭ ആരുടെയാണ്? ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പെൺമണി സഭയിൽ ഇല്ലെങ്കിൽ ആരാധന നടക്കില്ലെന്നാണോ ചിന്തിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഹാലലിയ ആരില്ലെങ്കിലും ഹാലലുയ്യ ദൈവത്തിൻ്റെ സഭ മുൻപോട്ട് കൊണ്ടുപോകാനിടയായി. കാരണം കർത്താവ് പറഞ്ഞു, ഞാനുണ്ട് സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹാലലുയ്യ സമയം എൻ്റെ മുമ്പിൽ അധികമില്ലല്ലോ, മതി കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹാലലിയ അതുകൊണ്ട് മറ്റുള്ളവരെ നാം നോക്കരുത്. നാം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നെങ്കിൽ ഹാലലിയ ദൈവത്തെ ആരാധിക്കണം. ഹാലലിയ ഹൃദയം തുറന്ന്, ഹാലലിയ മനസ്സ് തുറന്ന്, ഹാലലിയ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. മറ്റൊരു വ്യക്തി ആരാധിക്കുന്നു എന്ന് നാം നോക്കേണ്ട ആവശ്യമില്ല. ഹാലലിയ ദൈവം നമുക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാലലിയ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സേവിപ്പിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസനോടും ദൈവസഭയോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു. നിങ്ങളുടെ എവിടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മക്കളോട് കാണിക്കുന്ന എല്ലാ സ്നേഹാദരങ്ങൾക്കും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഹാലലിയ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു.